എന്നിട്ട് കാണിച്ചേ വെട്ടി അല്ലാണ്ട് പെട്ടെന്നൊക്കെ ഇങ്ങനെ മാറ്റാൻ ഓഫീസിൽ നാളെ മുതൽ വരും പ്ലീസ്. നീ വരണ്ട, നീ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. വെൽക്കം ടു കാക്ക സീരീസ് വ്ളോഗ്. അപ്പോൾ വീണ്ടും ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ട് വരികയാണ് കാക്ക സീരീസ്. അപ്പോൾ ഞാനും എൻ്റെ പെങ്ങളും കുട്ടിയും കൂടിയാണ് ഈ ഒരു പരിപാടി ഒപ്പിക്കാൻ പോകുന്നത്, ഈ ഒരു പ്രാങ്ക് ഒപ്പിക്കാൻ പോകുന്നത്. ഒരു മൊത്തം വീട്ടിലെ മൊത്തം ആൾക്കാരെ. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, യെസ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ പ്രാങ്കിലേക്ക് കിടക്കാം. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. ഇന്ന് രാവിലെ ഞാൻ പകുതി കൊടുത്തു, കാരണം ഫുള്ള് കൊടുത്തില്ല. രാവിലെ കഴിക്കുന്നതിന് ഛർദിക്കണ്ടല്ലോ നോക്കട്ടെ, ഞാൻ പകുതി കൊടുത്തത്. അമ്മ ആര് വന്നോ? എന്നിട്ട് കാണിച്ചേ കൊള്ളാലോ. ഇല്ല പോയി. ഇപ്പൊ തന്നെ ചെയ്ത് ഞാൻ മുടിയൊക്കെ അപ്പൊ തന്നെ വെച്ചു. ഇപ്പൊ തന്നെ പൊക്കോ, കുഴപ്പമില്ല, പൊക്കോ. ചേട്ടന് ഇഷ്ടമില്ലേ? നീ പോയപ്പോ തന്നെ കവർ തിരിച്ചടിച്ചിട്ട് അവർക്ക് ആശ്രയിച്ചെടുത്തോ. ഭംഗിന്റെ അമ്മ അത് പിന്നെയും അതാ ഒരു ഫോട്ടോ ഇട്ടേ. ഓഫീസിൽ കയറ്റി നോക്കിക്കോ. ഒട്ടും ഭംഗിയില്ലേ? ഇരിക്കൂ, അടി വാങ്ങൂ. അവർക്ക് മനസ്സിലായില്ല അമ്മേനെ. കൊച്ചു പറഞ്ഞത് ഏത് സ്ത്രീ? അമ്മ ഞാൻ ചേച്ചിയിലൊക്കെ ചോദിച്ചു. ഏത് ചേച്ചി? അവളോട് ചോദിച്ചോട് ചെയ്യണേ. ഇങ്ങനെയല്ലോ ചെയ്തേ. പിന്നെ ഒരു ഫോട്ടോ ഇപ്പൊ തന്നെ പൊക്കോ, കുഴപ്പമില്ല. ഇപ്പൊ തന്നെ പൊക്കോ. വരുമ്പോ തന്നെ ഒട്ടും ഭംഗിയില്ലേ? ഞാൻ പറഞ്ഞില്ല തിരിച്ചു പോവാങ്ങിട്ടല്ലേ. അവിടെ നാട്ടെ നോക്കി ഇപ്പോഴും കൊച്ചിന് മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് വേറെ റൂമിൽ കൊടുക്കാം. അതിനിവിടെ വേറെ റൂമിൽ കൊടുക്കാം. ഇന്ത്യയുടെ റൂമുള്ള അവരെ കാണിക്കാൻ വേണ്ട. എങ്ങനെ കുറവുണ്ടെങ്കിൽ അതൊക്കെ പോകുള്ളൂ. എങ്ങനെ You talk too much. I'll kick your face and get out. You talking nonsense in the house of my mother and father. ഇങ്ങനെയൊന്നുമില്ലല്ലോ ലിയോ പ്രാവശ്യം പറഞ്ഞ പച്ചടിക്കാന്നൊക്കെ പറഞ്ഞു. ചോദിക്കില്ല, പറഞ്ഞില്ലേ? ഇല്ല, ഭംഗിയില്ല.
ഞാനില്ലേ ഈ ബംഗാളികളെ ഞാനത് തൊടാൻ പാടില്ല കാര്യം ഇല്ല അങ്ങനത്തൊന്നുമില്ലേ കുറച്ചേരം വിളിച്ചിരുന്നോ ക്ലാസ്സിന്റെ മുന്നിൽ പോയിരുന്നോ ഫ്ലാറ്റിന്റെ മുന്നിൽ പോയി തൊടാൻ. Spoon? You want spoon? Okay. ഓടിക്കോ 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 നോക്ക് ശരിക്കും നീ തൊട്ടാ ഇനിയൊന്നും നോക്കാവോ? മങ്ങിയില്ലേ ഞാൻ തുറന്നു പറയാൻ ഐ എം ഫ്രാങ്ക്ലി സ്പീക്ക് ഇല്ലാതെ തുടങ്ങി. അമ്മച്ചിക്ക് ചിലപ്പോ ഇഷ്ടാവും നോക്കിക്കോ അമ്മച്ചിക്ക് ഇഷ്ടമായിരുന്നു എന്ത് കഴിയില്ല. ഏതമ്മച്ചിക്ക് കാസ്പറുടെ കൂട്ടായിട്ട് എന്താ പട്ടിക്കുട്ടി ഞാൻ പിന്നെ വേണ്ട, പട്ടിക്കുട്ടി പിന്നെ വേണ്ട. ഡോളർ അശ്വതി കൊടുക്കോ കാണിക്കില്ല പിന്നീട് വെച്ചില്ല. ഏത് ഞാൻ എത്തിയിട്ടില്ല പറഞ്ഞ ശരിക്കും ഭംഗിയുണ്ട് ഇതെന്ന് വെച്ച് തോന്നുക ഇതാ എയർപോർട്ടിലൊക്കെ കേട്ടില്ല ഇമിഗ്രേഷൻ സ്റ്റാഫ് ചെയ്യും. ജീവിതത്തിൽ നിൽപ്പിട്ട് മിക്കവാറും ജോയിക്കായിട്ട് വീട്ടിറങ്ങാനുള്ള പ്ലാനാണെന്നുണ്ട് ചേട്ടർക്കും ഭംഗിയില്ലേ ആ ഡോർ പോയി അവിടെ പോയി ഇരിക്കാൻ. കളർ മാറ്റല്ലോ കളർ മാത്രമേ പ്രശ്നമുള്ളൂ അവര് മൊത്തം പ്രശ്നം പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞില്ല അങ്ങനെ ഇട്ടിരുന്നു ഓരോ മുഖത്തിനും ഓരോ ഇഷ്ടമായിട്ടുണ്ട്. മൊത്തം ഭംഗിയല്ല ഇനിയിപ്പോ എന്ത് ചെയ്യാം അങ്കിൾ ആന്റി എല്ലാരും വരൂ അങ്ങള് കണ്ടിട്ട് മിക്കവാറും എന്നെ വിളിച്ചോ അങ്ങള് വടി അന്വേഷിക്കുന്നുണ്ടാ ചെയ്ത് ജീവിതത്തിൽ കൊച്ചിനെ പിടിച്ച് ഇരുന്നിരിക്കാണ് ഞാൻ പറയുന്നത്. ഈ നിലവിൽ ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ തലകറങ്ങി വീഴും. അല്ല കൊച്ചിനായിട്ട് വീട്ടിട്ട് ഇറങ്ങാനുള്ളതല്ല. അപ്പക്ക് ഇഷ്ടായില്ലേ അപ്പ വൃത്തികേട് അങ്കിൾ ഭംഗിയായിട്ടില്ലേ എല്ലാരും മൗനായി. എന്നിട്ട് സാധനം എവിടെ കിട്ടിയത്? എന്തിപ്പോ പ്രശ്നം നോക്ക് നല്ല ഭംഗിയുണ്ട് ഇതില് അതിപ്പോ ചെയ്തോ ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും കളർ റീപ്ലേസ് ചെയ്യാലോ. പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന എന്ത് മാറ്റുന്നു? കളർ ഇതെന്താ ചെയ്തത്? മുടി വെട്ടിട്ട് ഏ? മുടി വെട്ടിട്ട് ഇന്നത്തെ കാലത്ത് തലയിലിത് വെച്ചേക്കണതല്ലേ ഇത്? ഇത് ഉവ്വ. അതെപ്പാ ഏ? അപ്പൊ നിന്നോട് ആരാധന ചെയ്യാൻ പറഞ്ഞത്? ഏ? എന്താ ഇത് ഒറിജിനൽ മുടി ഇങ്ങനെ ചെയ്ത ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്ത് വൃത്തികേടൊക്കെ തുടങ്ങിയത്? മഹാവൃത്തികേടാണത്. ഞാൻ വിചാരിച്ചു തലയിലെന്താണ്ട് വെച്ചേക്കണതാണ്. അപ്പൊ നിന്റെ മുടി വെട്ടിയ നീയേ? ഏ? ഇത് ഒറിജിനലാണ് ഇങ്ങനെയാണോ വെച്ചേക്കണേ? ഇത് മാറ്റിക്കളയത് വൃത്തികെട്ടവള്. അങ്ങള് ചൂടായിട്ടാ
നീ പറഞ്ഞിട്ട് കാര്യമില്ല, മുടി അങ്ങനെയായി. മുടി വെട്ടിയത് ആ ആര് പറഞ്ഞിട്ട്? ആയി. നീ ഓഫീസിലുകാരൻ കേട്ടാ നീ നാളെ മുതൽ നീ ഓഫീസിൽ വരണ്ട. ഞാൻ വിചാരിച്ച എന്തോ തലയിൽ വെച്ചേക്കുന്നതാണ്. ഡോളിന്റെ നിനക്കെന്താ തലയ്ക്ക് സുഖല്ലേ? ഇവിടുന്ന് മുന്നിട്ടുണ്ട് പോടാ. നീ പോയെന്ന മുമ്പിന്ന്. ഇല്ല പിന്നെ അപ്പൊ ഇത് ജീത്തിനോട് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞ കേട്ടല്ലോ, മുടി വെട്ടിയാ? മുടി വെട്ടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുടി വെട്ടിയെന്നാണ് ഞാൻ വിചാരിച്ച തലയിൽ എന്തെങ്കിലും വെച്ചേക്കണതാന്ന്. മുടി എന്തോ സാധനം വെച്ചേക്കണതാന്ന്. ലിയ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് എന്താ പറയാ ഇതുപോലൊന്നുമില്ല, നല്ല മുടിയുണ്ട് അപ്പോഴും. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെ ഇത് എത്ര അധികം മുടി വെട്ടിയോ? എന്തൊരു വൃത്തികേടാ നോക്കിയത്. എനിക്കത് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥലമായിരിക്കില്ല എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മോശമാക്കി ചെയ്യില്ല. അവരെന്നെ ചെയ്യുമ്പോ പറയും ഇത് ഭംഗിയുണ്ടോ പറയും. ഇതിനെന്താ ബോധമില്ലേ ഇതൊന്നും ചെയ്യാനായിട്ട്, ഇങ്ങനെ ചെയ്യാനായിട്ട്? ഇത് മാറ്റി വെക്കാൻ പറ്റില്ല? ഞാൻ പറഞ്ഞു തിരിച്ചു ഇല്ല, കളർ മാറ്റാൻ പറ്റില്ലേ ടോണിയാ? പോയി കളർ മാറ്റിട്ട് വന്നേ നീയേ. എന്നിട്ട് മര്യാദയ്ക്ക് മുടി വെട്ടിയേ, മുടി കെട്ടി വെച്ചേ. ഒന്ന് കൊടുത്തില്ലെന്നാ? ഞാൻ കേട്ടില്ലല്ലോ. അങ്ങനെ വെട്ടാൻ പ്രാർത്ഥന പറ്റില്ലെന്നും ശരിയാക്കി വെച്ചേക്കണം. ഇനിയിപ്പോ പെട്ടെന്നൊന്നും പറ്റില്ല, ഒരാഴ്ച കഴിയാണ്ടൊന്നും പറ്റൂല. കറുത്തതാക്കാൻ പറയും, കളർ മാറ്റാൻ പറയും, മുടി കെട്ടാൻ പറയും. മുടി വെട്ടല്ല, കളറാണെങ്കിൽ മാറ്റല്ലോ. കളർ മാറ്റിട്ട് വന്നിയേ. എന്തൊരു വൃത്തികേടാ നോക്കിയത് കാണാൻ. വൃത്തികേടാണെന്ന് എനിക്കത് ചെറിയ വൃത്തികേടാന്നല്ലത്. മുഖം ഇന്ന് ചെയ്തിട്ട് വാ. എന്തെങ്കിലും ബ്ലാക്ക് ആക്കി വാ. ബ്ലാക്കോ അല്ലെങ്കിൽ മുടി ഇങ്ങനെ വെട്ടല്ലേ നീ. ഒന്നിനും പോയായിരുന്നു. ഇല്ല നിന്റെ കുഴപ്പമില്ല. നീ മുടി വേറെ രീതിയിൽ കെട്ടിട്ട് വാ. ഇങ്ങനെ കെട്ടല്ലേ നീ. വൃത്തികേടായിന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടി. ഇനി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി നിങ്ങൾ മാറ്റി മാറ്റുന്ന പറഞ്ഞാൽ മാറ്റി. ഇത് പാവൊന്നുമല്ല, ഇത് പാവയുടെ ഇതൊന്നും അല്ല. ഇത് ഇങ്ങനെ ഒറിജിനൽ മുടിയാണ്. അതിങ്ങനെ ഇനി ആക്കാനേ പറ്റുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാലേ അത് മാറ്റാൻ പറ്റുള്ളൂ. പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. പെട്ടെന്നൊക്കെ ഇങ്ങനെ മാറ്റാൻ. നീ ഓഫീസിൽ നാളെ മുതൽ വരില്ല പ്ലീസ്. പ്ലീസ് നീ വരണ്ട. നീ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. മുടിയൊന്ന് ശരിയായിട്ട് വന്നാൽ മതി. ഓഫീസിൽ വരണ്ട. ഐ ആം സീരിയസ്. മനുഷ്യ കുറച്ച് ബോധം വേണം. മുടി വെട്ടിയിട്ട് ഇതുപോലെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം. നീ ഞാൻ അവിടെ വെച്ച് കണ്ടത്. എന്നിട്ട് അവിടെ നോക്കി ക്യാമറ
എവിടെ ക്യാമറ? ഞാനിപ്പോ അവിടുത്തെ വിളിച്ച് ചോദിക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു ക്യാമറയിൽ എടുത്താൽ മതിയായിരുന്നല്ലോ. ദൈവമേ. ജീത്തായതുകൊണ്ടേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാല് ജീത്ത് ഇതൊക്കെ സംഭവിച്ചു കൊടുക്കേ. അതിലേക്ക് വേണ്ടിയില്ലേ? ഒന്നും ചെയ്തിട്ടില്ല. നോക്കട്ടെ. ഞാൻ കണ്ടു. ഞാൻ അത് അവിടെ നിന്നപ്പോ കണ്ടു. ഇങ്ങനെ വെച്ചേക്കുന്നത് അടിയിലും മുടിയും കണ്ടു. എവിടെ മുടി കണ്ടു? ഞാൻ കണ്ടു അവിടെ പറയപ്പോ ഇപ്പൊ വെറുതെ പുള്ള്. ഇതാരെ ക്യാമറ അവിടെ വെച്ചേക്കണേ? ഇതിപ്പോ ബ്ലോഗ് എടുക്കാണ്. ഇത് വേണ്ടോ? വെറും ഒരു തമാശക്ക് വേണ്ടി അതിന്റെ ഫ്രണ്ടിന്ന് മേലില്ലേ? ഇല്ല. അത് ശരി. എന്റെ ദൈവമേ, എന്തോരം ടെൻഷൻ പിടിപ്പിച്ചു വെറുതെ മനുഷ്യനെ. ഞാൻ ഇങ്ങനെ ചെയ്യുമ്മ. എനിക്കറിയില്ല നിന്റെ മോളെ. ഇന്നലെ രാത്രി പറഞ്ഞു ചെയ്തു. ഇത് vlog കേട്ടോ. ഇതാണ് നാച്ചുറാലിറ്റി. ഒരു 3-4 ദിവസമായിട്ടുള്ള പ്ലാനിങ്ങാ. ഞങ്ങൾ 3-4 ദിവസത്തെ പ്ലാനിങ് അത്. ലീവ് ഞാനും ടോണിയും കൂടിയിട്ടുള്ളൊരു പൊന്നൂസല്ലേ ഇങ്ങനെ ചെയ്യോ ഞാൻ. ആ കൊച്ചിന്റെ ദിവസം നീയാണ്ട് പിന്നെ അങ്ങനെ ചെയ്യുന്ന വന്നതിന് ശേഷം ഇങ്ങനെ നിൽക്കാവിടെ. അവൾക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങള് അങ്കിള് ശരിക്കും ഇവിടെ ഞാൻ വിചാരിച്ച ചീത്ത ഇത് ദേഷ്യം വിചാരിച്ചത്. പക്ഷേ അങ്കിള് പറഞ്ഞതാ. ചേട്ടനുള്ള കാരണം പിന്നെ അത്ര ഇതിന് മനസ്സിലായിരുന്ന. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും ഒരേ ക്യാമറയിൽ വന്നല്ലോ. അപ്പൊ കാക്കശ്ശേരി വ്ളോഗിൽ വന്നതിൽ സന്തോഷം. എല്ലാവർക്കും കൂടി സൈൻ ഓഫ് ചെയ്യാം. അപ്പോ ഈ വ്ളോഗ് വിജയിപ്പിച്ചില്ല. ഇന്നലത്തെ പോലെ ഇടിക്കാൻ കൊണ്ടുപോകും. ടോണിക്ക് തിരിച്ചു കിട്ടിട്ട് ഇത് കൊള്ളാം. ഇത് ബ്ലാക്ക് ആണ്, എന്നാലും വേറെ കളർ എടുക്കായിരിക്കും നല്ലത് കേട്ടോ ടോണിയ. ഇത് കൊള്ളാം, ബ്രൗണ്. നമ്മള് അശ്വിൻ ചെയ്ത് അതേപോലെ തന്നെ കോപ്പിടിച്ചൊന്നും വേണ്ട. ഇത് കൊള്ളാം.